നമസ്കാരം. ഫെസ്റ്റിവൽ സീസണാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെയധികം ബിസിനസ് നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ വാഹന നിർമ്മാതാക്കൾ ഒരുപാട് മോഡലുകൾ ഈ ഒരു സീസണിൽ പുറത്തേക്ക് ഇറക്കാറുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്ന 5 മികച്ച കാറുകളെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ഹോണ്ട കാസ് ഇന്ത്യ 2024 സെപ്റ്റംബറിൻ്റെ ലാസ്റ്റ് വീക്കിൽ ഈ ഒരു വാഹനത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. ദ ഓൾ ന്യൂ അമേസ്. ദ ഓൾ ന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള അമേസ് പോലെയല്ല ഇനി വരാൻ പോകുന്ന അമേസ്. അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. എന്നാൽ പോലും വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ പറയാം. ഇനി വരാൻ പോകുന്ന അമേസ് എന്ന് പറയുന്നത് ന്യൂ ജനറേഷൻ ഹോണ്ട സിറ്റിയുടെ മോഡിഫൈഡ് പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. ഫീച്ചർ ലോഡഡ് ആയിരിക്കും ഈ ഒരു വാഹനം. എന്തായാലും ഒരു സിംഗിൾ പെയിൻ പനോരമിക് ആയിട്ടുള്ള സൺറൂഫ് ഉണ്ടായിരിക്കും. പനോരമിക് സൺറൂഫ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ടായിരിക്കും. അതുമാത്രമല്ല 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിലുണ്ടായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹോണ്ട എലിവേറ്റിൽ കണ്ടിട്ടുള്ള ഒരുപാട് ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിലേക്ക് ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് ദ അപ്രൈറ്റ് ആയിട്ടുള്ള ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് എൻജിൻ എന്ന് പറയുന്നത് നിലവിലുള്ള ഹോണ്ട അമേസിലുള്ള എൻജിൻ തന്നെ നിലനിർത്തും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് മാറും, കുറച്ചും കൂടെ സ്ലീക്ക് ആയിരിക്കും. അതുമാത്രമല്ല നിലവിലുള്ള അവരുടെ അക്കോഡിൻ്റെ മുഖഭാവവുമായിട്ട് ഏകദേശം സാമ്യതകൾ ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കിലെ ഡിസൈനിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടാകില്ല. എന്നാൽ പോലും ബമ്പറിൽ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകളും ബ്രേക്ക് ലൈറ്റിലെ ചേഞ്ചുകളും നമുക്കവിടെ എടുത്തു കാണാൻ കഴിയും. അടുത്ത വാഹനം എന്ന് പറയുന്നത് MG JSW ഗ്രൂപ്പിൽ നിന്നും വരുന്ന വിൻസ്റ്റർ എന്ന് പറയുന്ന മികച്ച ഒരു EV ആണ്. ഈ EVയെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് കോമറ്റിനും അതുമാത്രമല്ല ZS EVയ്ക്കും ഇടയ്ക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഡേറ്റ് സെപ്റ്റംബർ 11-ാം തീയതിയാണ്. എന്നാൽ പോലും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു വാഹനത്തെ പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോമ്പാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ്. അതായത് CUV എന്നുള്ള രീതിക്കാണ്. നമ്മൾ SUV കണ്ടിട്ടുണ്ട്, MUV കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോമ്പാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നൊരു കാറ്റഗറിയിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാപ്പ് ഓവറായിട്ടുള്ള ഒരു ഗ്ലാസ് ഡിസൈൻ ഈ ഒരു വാഹനത്തിന് വരും എന്നൊക്കെ കേട്ടാലും, ഈ ഒരു വാഹനത്തിലേക്ക് വരാൻ പോകുന്നത് നിലവിൽ വൂളിങ്ങിൻ്റെ ക്ലൗഡ് EV എന്ന് പറയുന്ന വാഹനത്തിൻ്റെ സെയിം ഫീച്ചേഴ്സ് തന്നെയായിരിക്കും. യഥാർത്ഥത്തിൽ ക്ലൗഡ് EV തന്നെയാണ് ഈ ഒരു വാഹനം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് യഥാർത്ഥത്തിൽ 2 ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. 500 കിലോമീറ്ററിന് മുകളിലായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ലോങ് റേഞ്ചിന് തീർച്ചയായിട്ടും ഉണ്ടാകുന്നത്. 450 അടുത്തൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഒരു ഷോർട്ടർ ആയിട്ടുള്ളൊരു റേഞ്ച്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റേഞ്ചുള്ള വാഹനത്തിന് കമ്പനി ഓഫർ ചെയ്യുന്നൊരു മൈലേജ് അല്ലെങ്കിൽ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ മറ്റുള്ള വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാണാത്ത രീതിയിലുള്ള ഒരു സ്ലീപ്പ് ഓവർ അല്ലെങ്കിൽ പുറകിലേക്ക് ബെൻഡ് ചെയ്തിട്ട് എന്താ പറയുന്നത്, സ്റ്റേ ചെയ്യാൻ കഴിയത്തക്ക രീതി അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ കഴിയത്തക്ക രീതിയിലുള്ള സീറ്റിംഗ് സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അതാണ് ഈ ഒരു വാഹനത്തെ മറ്റുള്ള വാഹനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോമ്പാക്റ്റ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് കമ്പനി ഇതിനെ വിളിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആണ്. 14 ലക്ഷം മുതൽ 20 ലക്ഷം വരെ ആയിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഹോണ്ട അമേസ് ആണെന്നുണ്ടെങ്കിലും അതേ മാത്രമല്ല വിൻസ്റ്റർ എന്ന് പറയുന്ന ഈ ഒരു വാഹനം, അപ്പോൾ വിൻസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അമേസ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത് കൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട മറ്റൊരു വാഹനമുണ്ട്. അത് മറ്റാരുമല്ല, ഹ്യുണ്ടായി മോട്ടോഴ്സിൻ്റെ ക്രെറ്റയുടെ 7 സീറ്റർ ആയിട്ടുള്ള അൽക്കസാറാണ്. അൽക്കസാർ വരാൻ പോവുകയാണ്. ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറും. പണ്ടത്തെ അൽക്കസാറും ക്രെറ്റയും കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ക്രെറ്റയുടെ ഒരു 7 സീറ്റർ വേർഷനാണ് അൽക്കസാർ എന്നുള്ളത്. അൽക്കസാറിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും കുറച്ചധികം ക്രോംസ് ആ ഗ്രില്ലിലുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കും. ഇൻറ്റീരിയർ എന്ന് പറയുന്നത് കൂടുതൽ ലക്ഷൂറിയസ് ആയിരിക്കും. 6 എയർ ബാഗ് എന്തായാലും സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. അത് ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങളിലും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വലിയൊരു പനോരമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് ഉണ്ടായിരിക്കും. മറ്റൊരു എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് കംഫർട്ടാണ്. അത് കമ്പനി വളരെ പ്രിസൈസ് ആയിട്ട് എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ബാക്ക് സീറ്റിൽ വരെ വെന്റിലേറ്റഡ് സപ്പോർട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വരാനുള്ള സാധ്യത എന്നുള്ളതല്ല, വരും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാഹനവും സെപ്റ്റംബർ മാസത്തിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നിലവിലുള്ള ക്രെറ്റയുടെ ടോപ്പ് മോഡലിൽ നിന്നും ഒരു 3 ലക്ഷം രൂപ മുകളിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം
നിലവിലുള്ള ക്രെറ്റയുടെ മുഖഭാവമായിരിക്കില്ല. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അടുത്ത വാഹനം എന്ന് പറയുന്നത് ടാറ്റ മോട്ടോഴ്സിൻ്റെ കർവിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഐസ് വേർഷനായിട്ടുള്ള പെട്രോൾ വാഹനത്തെക്കുറിച്ചിട്ടാണ്. DCA ട്രാൻസ്മിഷനിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ മാനുവൽ ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കും. ഓട്ടോമാറ്റിക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വെറ്റ് ക്ലച്ച് ആയിട്ടുള്ള DCA ട്രാൻസ്മിഷനാണ്. അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ DCT ട്രാൻസ്മിഷൻ്റെ പോലെ കുറച്ച് ഫൺ ടു ഡ്രൈവ് എന്നുള്ള രീതിക്കല്ല ഇതിനെ കാണുന്നത്. ഒരു വളരെ റിലാക്സ് ആയിട്ട് ഓടിച്ചു പോകാൻ കഴിയുന്ന ഒരു ട്രാൻസ്മിഷനാണ് ഈ വെറ്റ് ക്ലച്ച് ആയിട്ടുള്ള DCA ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ എന്താണ് അതിനൊരു പ്രത്യേകത എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വരുന്ന പുതിയ എഞ്ചിനാണ്. അതായത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഈ ഒരു വാഹനത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. വളരെ മികച്ച ഒരു എഞ്ചിനാണ്. റെവട്രോൺ എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതൊരു കുറച്ചും കൂടെ ഫൺ ടു ഡ്രൈവ് പെപ്പി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഇതിൻ്റെ പവർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 125 PS പവറും 225 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിന് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു എഞ്ചിൻ ജനറേറ്റ് ചെയ്യുന്നൊരു പവർ. ഇത് കൂടാണ്ട് തന്നെ 1.5 ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു എഞ്ചിനുണ്ട്. ആ ഒരു എഞ്ചിൻ ഇതിലേക്ക് വരുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തു. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, കമ്പനി അത് കൊടുത്തില്ല. എനിക്ക് തോന്നുന്നു ഇനി വരാൻ പോകുന്ന ഹാരിയറിൻ്റെ പെട്രോൾ വേർഷനിൽ ആ ഒരു എഞ്ചിൻ വരുമായിരിക്കും. അതിൻ്റെ ഒരു പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 280 ന്യൂട്ടൺ മീറ്ററാണ് അതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറയുന്നത്. 170 PS ആണ് അതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് 125 PS പവറും 225 Nm ടോർക്കുമുള്ള ടർബോ ചാർജ്ഡ് ഗ്യാസോലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷനാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു വാഹനം കർവ് EVയോട് ഒരുപാട് സാമ്യതയുണ്ട്. ഡിസൈൻ ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ടാറ്റയിൽ കണ്ടിട്ടുള്ളപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരേ മുഖഭാവങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വളരെ വളരെ മികച്ച ഒരു കാറാണ്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെ ആരെക്കുറിച്ചിട്ടുമല്ല. ഒരുപാട് കാലങ്ങളായിട്ട് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് നടക്കുന്നുണ്ട്. വാഹനം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ ആഫ്റ്റർ മാർക്കറ്റിൽ വന്ന കാറാണ്. നമുക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ ഡിസയർ വേർഷനാണ്. ഡിസയറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് എന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു ന്യൂ ജനറേഷൻ ഡിസയർ തന്നെയാണ്. കാരണം സ്വിഫ്റ്റിലുള്ള സെയിം എഞ്ചിൻ തന്നെയാണ്. Z സീരീസ് 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 111 Nm ടോർക്കും അതുമാത്രമല്ല 83 PS പവറും വരുന്ന ആ ഒരു എഞ്ചിനാണ് ഇതിലും വരാൻ പോകുന്നത്. മറ്റ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിലും സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അമേസും കൂടെ വരുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷനാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് മാരുതി കാറിൽ നിന്ന് എന്താണോ കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് അത് തീർച്ചയായിട്ടും ലഭിക്കും. കാരണം ഈ ഡിസയർ പ്ലേസ് ചെയ്യുന്നത് എപ്പോഴും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ് സോണിലാണ്. കാരണം ഇത്രയും വലിയൊരു വാഹനം ഇത്രയും ഒരു പ്രൈസിൽ സാധാരണഗതിയിൽ കിട്ടാറില്ല. ഞാൻ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ സിംഗിൾ പെയിൻ ആയിട്ടുള്ള ഒരു സൺറൂഫ് ഉണ്ടായിരിക്കും. പനോരമിക് അല്ല, സിംഗിൾ പെയിൻ ആയിട്ടുള്ള ഒരു സൺറൂഫ് ഉണ്ടായിരിക്കും. അമേസിലും അത് വരും തീർച്ചയാണ്. അപ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും മാരുതിയുടെ ഡിസയർ എന്ന് പറയുന്നത് മികച്ച ഫ്യൂൽ എഫിഷ്യൻസി നൽകുന്ന നല്ലൊരു വാഹനം തന്നെയാണ്. ക്വാളിറ്റി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യും എന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഈ 3 സിലിണ്ടർ Z സീരീസ് എഞ്ചിൻ എത്രത്തോളം ഈ ഒരു വാഹനത്തിന് അല്ലെങ്കിൽ എത്രത്തോളം ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ടു വെയിറ്റ് റേഷ്യോ നോക്കുമ്പോഴത്തേക്കും അതിനെ സപ്പോർട്ട് ചെയ്യും എന്ന് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 5 വാഹനങ്ങളാണ് സെപ്റ്റംബർ മാസത്തിൽ വിപണിയിലേക്ക് വരുന്നത്. അത് മാത്രമല്ല ഥാറിൻ്റെ റോക്സ് ഓഗസ്റ്റ് 15 തന്നെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് MGയുടെ ക്ലൗഡ് EVക്ക് ശേഷം വരാൻ പോകുന്ന ബിങ്കോ എന്ന് പറയുന്നൊരു EV ഉണ്ട്. അത് തീർച്ചയായിട്ടും സെപ്റ്റംബറൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഇയറിലാണ് വരാനുള്ള സാധ്യത. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.